ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സൺഡേ മെസ്സേജ് എന്താണെന്ന് നോക്കാം. സോ 4 ഓഫ് ഫോൺസ് എനർജിയാണ്, സെലിബ്രേഷനാണ്. സോ ഈ ഒരു സന്തോഷം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്ത് തന്നെ സന്തോഷ വാർത്ത വരുന്ന ഒരു സാഹചര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. പോസിറ്റിവിറ്റി ലൈഫിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം യുൽ ഹിയർ കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് ഡൺ ഇറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടിയെടുത്തിരിക്കുന്നു എന്നുള്ള വാക്ക്, ഹാപ്പിനെസ്, സെലിബ്രേഷൻ, കൺഗ്രാറ്റുലേഷൻസ്, ഇങ്ങനെയുള്ള വാക്കുകൾ വളരെ പ്രാധാന്യത്തോടു കൂടി കേൾക്കുന്ന ഒരു ആഴ്ചയായിരിക്കും മുന്നോട്ടേക്ക് വരുന്ന ആഴ്ച. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇവൻറ്റ്, ലൈഫിലൊരു മൈൽ സ്റ്റോണൊക്കെ സംഭവ്യമാകാൻ സാധ്യതയുള്ളൊരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ജീവിതത്തിൽ സമൃദ്ധി തരുന്ന കാര്യമാണ്. പിന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം പാർട്ടീസ്, സിറ്റുവേഷൻസ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വളരെ റിലാക്സിങ് ആയിട്ടുള്ളൊരു വീക്കാണ് മുമ്പോട്ടേക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്ന ഒരു വാം വൈബ്, സെലിബ്രേഷൻ, സക്സസ്, ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ കാണുന്നത്. നിങ്ങൾ ആഘോഷിക്കുന്നു, സന്തോഷിക്കുന്നു, നൃത്തം ചെയ്യുന്ന ഒരു എനർജിയാണ്. അതായത് അടുത്തായിട്ട് ലാസ്റ്റായിട്ട് എപ്പോഴാണ് നിങ്ങൾ നൃത്തം ചെയ്തിട്ടുള്ളത്, ഈ ഒരു സമയം നിങ്ങൾ സന്തോഷം കൊണ്ട് നൃത്തം വയ്ക്കുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിലേക്ക് അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കണക്ഷൻസാണ് സൂചിപ്പിക്കുന്നത്. വീടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു സന്തോഷ വാർത്തയാവാം. അപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും സന്തോഷ വാർത്ത സന്തോഷഭരിതമായിട്ടുള്ള ആഘോഷങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമാവാം. അല്ലെങ്കിൽ വീട് എന്നുള്ളൊരു സങ്കല്പമായിട്ട് ബന്ധപ്പെടുത്തി, അതായത് നിങ്ങൾ വീട് വയ്ക്കുന്നു, സ്വന്തമായിട്ട് വീടില്ലാത്തവരാണെങ്കിൽ വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കുന്നത്, അതുപോലുള്ള കാര്യം, സ്ഥലം മേടിക്കുന്നതാവാം ഭാവിയിൽ വീട് വയ്ക്കാൻ, അല്ലെങ്കിൽ വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കുന്ന സിറ്റുവേഷൻ ആവാം. അങ്ങനത്തെ ഒരു എനർജി ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റിസ്ക് എടുക്കാൻ പറ്റിയ ഒരു സമയം കൂടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഒരു റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ റിസ്ക് എടുത്ത കാര്യം അതിൻ്റെ ഒരു ഔട്ട്കം, നിങ്ങൾ പ്രതീക്ഷിച്ച തരത്തിലുള്ളൊരു റിസൾട്ട് അതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ആഘോഷവുമായിരിക്കാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ചുറ്റുപാടുമുള്ള ആളുകൾ, ബന്ധുക്കളോ സഹോദരങ്ങളും വീട്ടുകാരോ ഒക്കെ ആയിരിക്കാം. അവർ സപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യത്തും ആയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ആ കാര്യത്തിൽ നിങ്ങളൊരിക്കലും വിജയിക്കില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞ് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ വിജയിച്ചിരിക്കുന്നതിൻ്റെ ഒരു തൃപ്തി ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവിൽ അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാവാം ബന്ധപ്പെടുത്തിയിട്ട് ഒരു സംതൃപ്തി ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്